ഹലോ, നമസ്കാരം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സ്, ആത്മാർത്ഥ സുഹൃത്തുക്കൾ, മിത്രങ്ങൾ എല്ലാവർക്കും ഒരു വിനീതമായിരിക്കുന്ന നമസ്കാരം നേരുന്നു. ഞാൻ നിങ്ങളുടെ സലീം കൈനഗരി. നിർണായകമായിരിക്കുന്ന വോട്ടെടുപ്പിൻ്റെ ദിവസമാണിന്ന്. ഏത് പാർട്ടികൾ ജയിക്കപ്പെടുമെന്നോ ഭരണത്തിലേക്ക് കടന്നു വരുമെന്നോ നമുക്കാരും അറിയത്തില്ല. പക്ഷേ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ സമൂഹത്തിൽ നിരവധി വേദനകളിലൂടെ, യാതനകളിലൂടെ, പട്ടിണിയിലൂടെ, ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പറ്റം ജനതകൾക്ക് അനുകൂലമായിരിക്കുന്നൊരു ഭരണകൂടം ലോകത്തിൽ കടന്നു വരാൻ വേണ്ടിയിട്ട് ആയിരിക്കണം നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്, നിർണായക വോട്ടെടുപ്പ്. രാഷ്ട്രീയക്കാരാണിന്ന് ഇവിടെ ഉള്ളത്, അല്ലേ? ഒന്ന് കോൺഗ്രസ്, ഒന്ന് കമ്മ്യൂണിസ്റ്റ്, ഒന്ന് BJP, NDA. അവർ പറയുന്നത് രാഷ്ട്രീയമാണ്, നമ്മൾ പറയുന്നത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്നാൽ എന്ത്? ആർക്കെങ്കിലും അറിയാമോ രാഷ്ട്രീയം? അറിയാവുന്നവർക്കറിയാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ അവകാശികളും അധിപതികളും സിംഹാസനസ്ഥനുമായിരുന്ന ഒരു പറ്റം ജനതകൾക്ക് ഈ രാജ്യവും രാഷ്ട്രവും ഇതിൻ്റെ ഭരണകൂടവും അധികാരവും ചെങ്കോലും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടു പോയ രാജ്യത്തെയും രാഷ്ട്രത്തെയും അതിൻ്റെ ഭരണത്തെയും എല്ലാം ആ നഷ്ടപ്പെട്ടു പോയവർക്ക് തിരികെ പിടിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന രാഷ്ട്രീയമൊന്നും അല്ലല്ലോ. ആർക്കാണ് രാജ്യം നഷ്ടപ്പെട്ടു പോയത്? ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആരെയും വേദനിപ്പിക്കുന്നില്ല. ഒരുപറ്റം ജനതകൾക്കിവിടെ രാജ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ രാജ്യത്തിലേക്ക് അനേകർ കുടിയേറി പാർത്തിട്ടുള്ള പലരുമാണ് ഇന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണ തലപ്പത്തിരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ ഉടമസ്ഥരും അവകാശികളുമായിരിക്കുന്നവർ ഇന്ന് ഈ രാജ്യത്തിന് പുറത്തും ഭരണഘടനയ്ക്ക് വെളിയിലും ഈ രാഷ്ട്രീയ നീതിക്ക് വെളിയിലും കഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ആ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ജനതകൾക്ക് രാജ്യവും അവകാശവും അവർക്ക് നഷ്ടപ്പെടാതെ സംരക്ഷിച്ച് അവർക്ക് തിരികെ പിടിച്ചു കൊടുക്കുന്നൊരു പ്രക്രിയയ്ക്കാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ രീതിയിൽ ആർക്ക് രാജ്യവും അവകാശവും സ്വന്തവും സ്വത്തുക്കളുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് തിരികെ പിടിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിരിക്കണം എല്ലാവരുടെയും മനസ്സിലുണ്ടാകേണ്ടതെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.